ഹായ് എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ഗെയിൻ നോളജ് മിഷൻ്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സ് നവംബർ 1-ാം തീയതി മുതൽ കണ്ടുവരുന്നുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നവംബറിലെ ലാസ്റ്റത്തെ 2 ദിവസത്തെ കറണ്ട് അഫയേഴ്സാണ് നോക്കാൻ പോകുന്നത്. നവംബർ 29, 30. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള നവംബർ 1-ാം തീയതി എന്നുള്ള കറണ്ട് അഫയേഴ്സുകൾ നമ്മളുടെ ചാനലിൽ കറണ്ട് അഫയേഴ്സ് 2024 എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നവംബർ 1 മുതൽ 2024 നവംബർ 1 മുതലുള്ളത് അതിനകത്ത് ലഭ്യമാണ്. അപ്പോൾ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ നവംബർ 1-ാം തീയതി മുതൽ കണ്ടുവരിക. ഓരോ പോയിൻ്റായിട്ട് കുറിച്ചെടുക്കുക. 2025-26 നടക്കുന്ന മെയിൻ PSC പരീക്ഷകളിലെല്ലാം എന്ത് ചെയ്യുക, ഉയർന്ന സ്കോർ വാങ്ങിക്കുക. കറണ്ട് അഫയേഴ്സ് എപ്പോഴും നമ്മുടെ മത്സര പരീക്ഷകളിൽ വളരെ നിർണായകമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതിരിക്കാൻ ഉള്ളൊരു വഴി എന്ന രീതിയിലാണ് നമ്മൾ നവംബർ മുതൽ അപ്ഡേറ്റ് ചെയ്ത് വന്നത്. ഓക്കെ, ഈ വർഷത്തെ ജനുവരി മുതലുള്ള ഒക്ടോബർ വരെ ഉള്ളത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സും കൂടെ നമ്മൾ ചാനൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിലവിൽ നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ എന്ത് ചെയ്യുക, നവംബർ മുതൽ പ്ലാൻ ചെയ്ത് പോവുക. കാരണം സെക്രട്ടറി ടെസ്റ്റിൻ്റെ പരീക്ഷയൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. വളരെ നിർണായകം, ഓരോ മാർക്കും വളരെ നിർണായകമായതാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ഈ ഒരു അറിവ് തീർച്ചയായും മുതൽക്കൂട്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം മുൻ വർഷങ്ങളിൽ നമ്മൾ കൊടുത്ത കറണ്ട് അഫയേഴ്സൊക്കെ വളരെ നിർണായകമായിട്ട് നമുക്ക് കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ യൂട്യൂബ് ചാനലിലൂടെ തന്നെ എന്ത് ചെയ്യാതെ നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് തരുന്നത്. നമ്മൾ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് PDF നോട്ടാക്കിയിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ബാക്കിയുള്ളവർക്കും കൂടി ഇതൊന്ന് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിക്കും. കാരണം എല്ലാവരും ഒരുവിധം കാര്യങ്ങളെങ്കിലും പഠിച്ചുകൊണ്ട് പോകുന്നവരാണ്. മറ്റ് സ്ഥാപനങ്ങളാണെങ്കിൽ മറ്റ് ആപ്പുകളൊക്കെ ഉപയോഗിച്ചാണെങ്കിലും പഠിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടെ കറണ്ട് അഫയേഴ്സ് ഒന്ന് ഉപകാരപ്പെട്ടോട്ടെ എന്നൊരു ധാരണയിൽ തരുന്നതാണ്. തീർച്ചയായും പ്രയോജനപ്പെടുത്തുക. പരീക്ഷയ്ക്ക് ഉയർന്ന മാർക്ക് വാങ്ങി എല്ലാവരും ജോലിയിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിന്ന് തുടങ്ങാം. ഇന്ന് നമ്മൾ നവംബർ 29, 30 തീയതികളിലെ കറണ്ട് അഫയേഴ്സുകളാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഒരു ചുഴലിക്കാറ്റ്. നമ്മൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ പത്രത്തിൽ കണ്ടൊരു ചുഴലിക്കാറ്റിൻ്റെ പേരാണ് എന്ത്, ഫെങ്കൽ. FENGAL, ഫെങ്കൽ അല്ലേ. ഈ ഫെങ്കൽ ചുഴലിക്കാറ്റ് ബംഗാൾ ഉൾക്കടലിലാണ് രൂപം കൊണ്ടത്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട് നമ്മുടെ തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് ഫെങ്കൽ ചുഴലിക്കാറ്റ്. ഈ ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയിരിക്കുന്നത് സൗദി അറേബ്യയാണ്. ഏത് രാജ്യമാണ്? സൗദി അറേബ്യയാണ് ആ ഫെങ്കൽ ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. അപ്പോൾ അടുത്തിടെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട് തമിഴ്നാട്ടിൽ വീശിയടിച്ച ഒരു ചുഴലിക്കാറ്റാണ് ഏത്, ഫെങ്കൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരെണ്ണം നോക്കാം. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള നടക്കുന്ന എവിടെയായിരുന്നു? ഗോവയിലായിരുന്നു അല്ലേ. അത് നമ്മൾ നേരത്തെ കറണ്ട് അഫയേഴ്സിൽ കണ്ടതാണ്. ഇപ്പോൾ അതിന് സമാപ്തിയായി അതിൽ മികച്ച ചിത്രം, അതായത് സ്വർണ്ണമയൂരം സ്വന്തമാക്കിയ ചിത്രം ടോക്സിക് എന്ന് പറയുന്ന ചിത്രത്തിനാണ് സ്വർണ്ണമയൂരം. ലിത്വാനിയൻ ചിത്രമാണേത്, ടോക്സിക് എന്ന് പറയുന്നത്. അതിനാണ് സ്വർണ്ണമയൂരം കിട്ടിയത്. അപ്പോൾ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സ്വർണ്ണമയൂരം സ്വന്തമാക്കിയ സിനിമയാണേത്, ടോക്സിക്. അതുപോലെ രജതമയൂരം സ്വന്തമാക്കിയ സംവിധായകനാണ് ബോഗ്ദാൻ മുറേസാനു. ബോഗ്ദാൻ മുറേസാനു, റൊമാനിയൻ സംവിധായകനായ ബോഗ്ദാൻ മുറേസാനുവിനാണ് രജതമയൂരം കിട്ടിയത്. ദ ന്യൂ ഇയർ ദാറ്റ് നെവർ കെയിം. ദ ന്യൂ ഇയർ ദാറ്റ് നെവർ കെയിം എന്ന് പറയുന്ന ചിത്രത്തിനാണ് ബോഗ്ദാൻ മുറേസാനുവിന് എന്ത് കിട്ടിയത്, രജതമയൂരം കിട്ടിയത്. അപ്പോൾ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ അടുത്തിടെ ഗോവയിൽ സമാപിച്ച 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സ്വർണ്ണമയൂരം നേടിയ സിനിമ ടോക്സിക്. ലിത്വാനിയൻ ചിത്രമായ ടോക്സിക്കിനാണ് സ്വർണ്ണമയൂരം. അതുപോലെ രജതമയൂരം സ്വന്തമാക്കിയ സംവിധായകനാണ് ബോഗ്ദാൻ മുറേസാനു. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് നേടിക്കൊടുത്ത ചിത്രത്തിൻ്റെ പേരാണ് ദ ന്യൂ ഇയർ ദാറ്റ് നെവർ കെയിം. ഓക്കെ, അടുത്ത നമുക്ക് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇടുക്കി ജില്ലയിലെ മൂന്നാർ ഇല്ലേ. നമ്മൾ എല്ലാവരും ഒരുപാട് പോയിട്ടുള്ളതും പോകാൻ ഇഷ്ടപ്പെടുന്നതായിട്ടൊക്കെ കേരളത്തിലെ സ്ഥലമാണ് ഏത്, മൂന്നാർ എന്ന് പറയും. നമ്മുടെ മെയിൻ ടൂറിസ്റ്റ് കേന്ദ്രം. ഈ മൂന്നാറിൽ വെച്ച് അടുത്തിടെ നടന്നൊരു അന്താരാഷ്ട്ര സമ്മേളനമാണ് ഉത്തരവാദിത്ത ലിംഗസമത്വ ടൂറിസം പദ്ധതി. അന്താരാഷ്ട്ര സമ്മേളനമാണ്, അന്താരാഷ്ട്ര വനിതാ സമ്മേളനം. ഉത്തരവാദിത്ത ലിംഗസമത്വ ടൂറിസം എന്ന ആ ഒരു വിഷയത്തിൽ നടത്തിയ അന്താരാഷ്ട്ര വനിതാ സമ്മേളനത്തിന് വേദിയായത് ഇടുക്കി ജില്ലയിലെ മൂന്നാറാണ്.
കേരളത്തെ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതവും മികച്ചതുമായ വനിതാ സൗഹൃദ ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു അന്താരാഷ്ട്ര വനിതാ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ലിംഗഭേദവും സ്ത്രീ സൗഹൃദവും കേന്ദ്രീകരിച്ചുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ ഉത്തരവാദിത്ത ടൂറിസം സമ്മേളനമാണ് എന്ന് പറയുന്നത് ഇപ്പോൾ മൂന്നാറിൽ നടന്ന അന്താരാഷ്ട്ര വനിതാ സമ്മേളനം. ഇത് സംസ്ഥാന ടൂറിസം വകുപ്പും ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റിയും UN വിമണും എല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഈ ഒരു ആഗോള സമ്മേളനം നടത്തി. ഓക്കെ, അപ്പോൾ പ്രഥമ അന്താരാഷ്ട്ര വനിതാ സമ്മേളനം, ഉത്തരവാദിത്ത ലിംഗസമത്വ ടൂറിസം ആസ്പദമാക്കിയുള്ള പ്രഥമ അന്താരാഷ്ട്ര വനിതാ സമ്മേളനത്തിൻ്റെ വേദിയായത് ഇടുക്കി ജില്ലയിലെ മൂന്നാറാണ്. ഓക്കെ, ഇനി അടുത്തൊരു വാർത്ത എന്ന് നമ്മുടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. പാമ്പുകടി ഏൽക്കുന്നതും അതുമൂലമുണ്ടാകുന്ന മരണങ്ങളും പ്രഖ്യാപിത രോഗവിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനങ്ങൾക്കൊക്കെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്ത്? പാമ്പുകടി ഏൽക്കുന്നതും അതുമൂലമുണ്ടാകുന്ന മരണങ്ങളും ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുത്തണം? പ്രഖ്യാപിത രോഗവിഭാഗത്തിൽ ഉൾപ്പെടുത്തണം. അതായത് രോഗം നിർണയിച്ചു കഴിഞ്ഞാലുടൻ പൊതുജനാരോഗ്യ പ്രവർത്തകരെയൊക്കെ അറിയിക്കേണ്ട ആ രോഗങ്ങളാണ് ഏതിൽ വരുന്നത്? പ്രഖ്യാപിത രോഗങ്ങളുടെ പട്ടികയിൽ വരുന്നത്. അപ്പോൾ ആ പട്ടികയിൽ പാമ്പുകടി ഏൽക്കുന്നതും അതുമൂലം ഉണ്ടാകുന്ന മരണങ്ങളും കൂടെ ഉൾപ്പെടുത്തണം എന്ന് കേന്ദ്ര മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി സംസ്ഥാനത്ത് ISO സർട്ടിഫിക്കേഷൻ അംഗീകാരം ലഭിക്കുന്ന ആദ്യത്തെ കുടുംബശ്രീ CDS യൂണിറ്റാണ് വയനാട് ജില്ലയിലെ വെങ്ങപ്പള്ളി യൂണിറ്റ്. വയനാട് ജില്ലയിലെ വെങ്ങപ്പള്ളി യൂണിറ്റിന് എന്ത് കിട്ടി? സംസ്ഥാനത്ത് ISO സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന ആദ്യ കുടുംബശ്രീ CDS യൂണിറ്റാണ്. സംസ്ഥാനത്ത് ISO സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന ആദ്യ കുടുംബശ്രീ CDS യൂണിറ്റാണ് ഏത്? വയനാട് ജില്ലയിലെ വെങ്ങപ്പള്ളി. അതുപോലെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ഒരു ജലശുദ്ധീകരണശാലയാണ് പെരുവണ്ണാമൊഴി. ചില പരീക്ഷയ്ക്ക് ചോദിക്കാം, പെരുവണ്ണാമൊഴി ജലശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണെന്ന് ചോദിക്കാം. എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ രാജ്യം ചൈനയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചൈനയിൽ എന്ത് കണ്ടെത്തി? ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം. ചോദിക്കാം, ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ രാജ്യമാണ് ചൈന. അതുപോലെ ടെക്നോളജി ഭാഗത്തുനിന്ന് വരുന്ന ഒരെണ്ണമാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോബോ പാർക്ക് നിലവിൽ വരുന്നത്. തൃശ്ശൂർ ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോബോ പാർക്ക് നിലവിൽ വരുന്നത്. തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻഗർ റോബോട്ടിക്സ് ആണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ റോബോ പാർക്ക് നിലവിൽ വരുന്ന എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. ഓക്കെ, ഇനി നമുക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു കൃതി നോക്കാം, ദൈവദശകം. ഈ ദൈവദശകം എന്ന് പറയുന്ന കൃതി ഇറ്റലി ഭാഷയിലേക്ക് ഒരു മലയാളി വനിത വിവർത്തനം ചെയ്തിട്ടുണ്ട്. ആ മലയാളി വനിതയുടെ പേരാണ് സിസ്റ്റർ ആശ ജോർജ്. ദൈവദശകം ഇറ്റലി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത മലയാളി വനിതയാണ് ആര്? സിസ്റ്റർ ആശ ജോർജ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രശസ്തമായ കൃതിയാണ് ദൈവദശകം. നമ്മൾ കേരള നവോത്ഥാനത്തിൽ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ ദൈവദശകം കൃതിയൊക്കെ പറ്റി പഠിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ അത് ഇറ്റലി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത മലയാളി വനിതയാണ് ആര്? സിസ്റ്റർ ആശ ജോർജ്. ഓക്കെ, ഇനി നമുക്കൊരു ജലസേചന പദ്ധതി നോക്കാം. പോളവാരം ജലസേചന പദ്ധതി. പോളവാരം ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി നദിയിലാണ്. നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നദികളൊക്കെ പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നദിയാണ് ഗോദാവരി. പോളവാരം ജലസേചന പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഗോദാവരി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പോളവാരം ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി നദിയിലാണ്. അതുപോലെ തമിഴ്നാട് കൊണ്ടുവന്നൊരു പുതിയ പദ്ധതിയാണ് കാലാവസ്ഥാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തമിഴ്നാട് കൊണ്ടുവന്നൊരു പുതിയ പദ്ധതിയാണ് വൺ ഹെൽത്ത് ആൻഡ് ക്ലൈമറ്റ് ഹബ്. വൺ ഹെൽത്ത് ആൻഡ് ക്ലൈമറ്റ് ഹബ് പദ്ധതി കൊണ്ടുവന്നത് തമിഴ്നാടാണ്. കാലാവസ്ഥാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തമിഴ്നാട് കൊണ്ടുവന്നൊരു പദ്ധതിയാണ് വൺ ഹെൽത്ത് ആൻഡ് ക്ലൈമറ്റ് ഹബ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ നവംബർ മാസത്തെ കറണ്ട് അഫയേഴ്സിൽ പറയാനുള്ളത്. അപ്പോൾ 1-ാം തീയതി മുതൽ ഇതും കൂടെ ആയപ്പോൾ 30-ാം തീയതി വരെയുള്ള കറണ്ട് അഫയേഴ്സ് നമ്മുടെ ഈ ഒരു പ്ലേലിസ്റ്റിലായിട്ടുണ്ട്. എല്ലാവരും കാണുക, കണ്ട് ഓരോ ദിവസത്തെയും പോയിന്റുകൾ എഴുതിയെടുക്കുക, പരമാവധി പരീക്ഷയ്ക്ക് അത് പ്രയോജനപ്പെടുത്തുക. കാരണം ഇപ്പോഴേ അങ്ങ് പഠിച്ചു പോയി കഴിഞ്ഞാൽ പരീക്ഷ എടുക്കുമ്പോൾ പരക്കം പായേണ്ട ആവശ്യമില്ല കറണ്ട് അഫയേഴ്സ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും? ലാസ്റ്റ് പരീക്ഷ എടുക്കുന്ന സമയത്ത് കറണ്ട് അഫയേഴ്സ് അപ്പോൾ പലയിടത്ത് പോകും, പലയിടത്തായിട്ട് ബുക്കുകൾ വാങ്ങിക്കാനൊക്കെ ആയിട്ട് ഓടി നടക്കും. അത് പിന്നിട്ട് പഠിക്കാനും പറ്റത്തില്ല. ഇപ്പോഴേ അങ്ങ് അപ്ഡേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാം? പരീക്ഷയ്ക്ക് ട്രാക്കിലാകുകയും ചെയ്യും. നിങ്ങൾക്ക്
കൃത്യമായിട്ട് സ്കോർ ചെയ്ത് പോകാനും പറ്റും. ഇതൊന്നല്ല, ഇനി അങ്ങോട്ട് വരുന്ന ഏതൊരു പരീക്ഷയ്ക്കും എപ്പോഴും നമ്മുടെ പരീക്ഷയ്ക്ക് ഒരു 3 മാസം മുന്നേ വരെയുള്ള കറണ്ട് അഫയേഴ്സുകൾ വരെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു 1.5 വർഷത്തതൊക്കെ ചോദിക്കും. ചിലപ്പോൾ സ്പോർട്സൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 3 വർഷത്തെ മുന്നത്തെ വരെയും ചോദിക്കാറുണ്ട്. പുരസ്കാരങ്ങളാണെങ്കിലും സ്പോർട്സൊക്കെ ആണെങ്കിലും 3 വർഷം മുന്നേ വരെയൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് എന്താണെങ്കിലും കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോവുക. ആരും ഉപേക്ഷ വിചാരിക്കരുത്. നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എത്തിയാൽ മാത്രം പോരാ, ജോലി കിട്ടണമെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് തന്നെ വരണം. അതിന് ഏറ്റവും സഹായകമാകുന്ന ഒന്നാണ് കറണ്ട് അഫയേഴ്സ്. പല കുട്ടികളും ഒഴിവാക്കി വിടും ബാക്കി പഠിക്കാൻ നടക്കാനേക്കാളും നല്ലത് കറണ്ട് അഫയേഴ്സിയുടെ ഒരു സൈഡിൽ കൂടെ നോക്കിപ്പോയി കഴിഞ്ഞാൽ അതിൽ വരുന്ന മാർക്ക് ഒരു 10 മാർക്ക് ഉണ്ടെങ്കിൽ അത്രയും അതിൽ 8 മാർക്കെങ്കിലും നമുക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഗെയിൻ നോളജ് മിഷൻ്റെ കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൽ തന്നേക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ നമ്മൾ പുതുതായിട്ട് ആരംഭിക്കുന്ന ബാച്ചുകൾ രാത്രി 9 മണിക്കും രാവിലെ 6 മണിക്കുമുള്ള 1 ഇയർ റെഗുലർ കോഴ്സ് ബാച്ചുകളും രാത്രി 8 മണിക്ക് നടക്കാൻ പോകുന്ന സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷയ്ക്കുള്ള സ്പെഷ്യൽ ക്രാഷ് കോഴ്സുമാണ് ഇനി പുതുതായിട്ട് ആരംഭിക്കുന്നത്. ചേരാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക. ഓക്കെ, വളരെ ലളിതമായിട്ട് സിമ്പിളായിട്ടാണ് പഠിപ്പിക്കുന്നത്. പ്രസൻറ്റേഷൻ ഉൾപ്പെടുത്തി ലൈവ് ക്ലാസ്സിൽ തന്നെ നോട്ട് ഉൾപ്പെടെ എഴുതി പോകാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം ഒരു വർഷത്തേക്ക് ഫ്രീ മെൻറ്റർഷിപ്പാണ്. എന്ത് സഹായവും കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് ഏത് സംശയം വേണമെങ്കിലും ഏത് പാതിരാത്രിയും ചോദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ്സുകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു പോകാം, നോട്ടൊക്കെ എഴുതി പോകാം, നന്നായിട്ട് പഠിക്കാം, തയ്യാറെടുക്കാം, ജോലി റാങ്ക് ലിസ്റ്റിലെത്താം, ജോലി നേടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നവംബറിലെ കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞ് ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു പരീക്ഷ നടത്തുന്നുണ്ട് ഈ വരുന്ന ശനിയാഴ്ച. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കോഴ്സിൻ്റെ തന്ന അതേ നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടേക്കുക, നിങ്ങൾക്ക് ആ പരീക്ഷയുടെ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്കും ഓൺലൈനായിട്ട് അത് അറ്റൻഡ് ചെയ്ത് അത് പഠിച്ചതിന് ശേഷം 30 ദിവസത്തെ ഒന്ന് ഓടിച്ചൊന്ന് നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻ കയറി അറ്റൻഡ് ചെയ്യുക. എങ്കിൽ മാത്രമേ അത് എഫക്റ്റീവ് ആവുള്ളൂ. കാരണം നമ്മൾ പഠിച്ചത് നമുക്ക് ഓർമ്മയുണ്ടോ എന്ന് പരീക്ഷിക്കുന്നത് നമ്മളെപ്പോഴും പരീക്ഷകളിലൂടെയാണ്. ഇല്ല, അല്ലാതെ നമ്മൾ വായിച്ചു വിട്ട് കഴിഞ്ഞാൽ കുറേ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മറന്നു. അപ്പോൾ പഴയത് പഠിച്ചത് എന്ത് ചെയ്യുക, ഓർക്കണം. നമ്മൾ ഓർമ്മശക്തി പരീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ആ പരീക്ഷ അറ്റൻഡ് ചെയ്യണം. അതുകൊണ്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അറിയിച്ചാൽ നിങ്ങൾക്ക് ആ നമ്പർ, നിങ്ങൾ അയക്കുന്ന നമ്പറിലേക്ക് ആ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് അതിൽ കയറി പരീക്ഷ അറ്റൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ മാസവും അങ്ങനെ ഉണ്ടാവും. ഓരോ മാസത്തെയും കറണ്ട് അഫയേഴ്സ് പൂർത്തിയാകുമ്പോൾ തൊട്ടടുത്ത ആഴ്ച തന്നെ എന്ത് ചെയ്യും, അതിന് ബേസ് ചെയ്തിട്ട് ഒരു ടെസ്റ്റ് ആദ്യത്തെ ആഴ്ച തന്നെ നടത്തും. കഴിയുന്നതും ആദ്യത്തെ ശനിയാഴ്ച ആയിരിക്കും അതിൻ്റെ ടെസ്റ്റ് വരെ ഓരോ മാസത്തെ. ഓക്കെ, ഇപ്പോൾ നവംബറിലത് ഇപ്പോൾ ഡിസംബർ ആദ്യത്തെ ശനിയാഴ്ചയാണ് വരുന്നത്. പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കുക. അതുപോലെ കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവരും ബന്ധപ്പെടുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഈ കറണ്ട് അഫയേഴ്സും പിന്നെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടും. ക്ലാസ്സുകളെല്ലാം നമ്മളല്ലാതെ ലൈവ് ക്ലാസ്സിലൂടെ കൊടുക്കത്തുള്ളൂ. ബാക്കി കറണ്ട് അഫയേഴ്സും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആയിരിക്കും ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു അധ്യായമായി വീണ്ടും കാണാം. താങ്ക്